പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊൻകുന്നം വർക്കയുടെ ഒരു കഥയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് ശബ്ദിക്കുന്ന കലപ്പ എന്നാണ്. കാർഷിക സംസ്കാരത്തിൽ മനുഷ്യനും വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ കഥ. നമ്മൾ ഇതിനു മുൻപ് മാണിക്യൻ എന്ന ലളിതാംബിക അന്തർജനത്തിൻ്റെ ഒരു കഥ, ഇതേപോലുള്ള ഒരു കഥ മുൻപ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കേൾക്കുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാമല്ലേ. പൊൻകുന്നം വർക്കി ശബ്ദിക്കുന്ന കലപ്പ. കാളയെന്ന് വെച്ചാൽ എല്ലാം മറക്കും ഔസേപ്പു ചേട്ടൻ. കാളപ്രാന്തൻ എന്നാണ് മറ്റു കൃഷിക്കാർ അയാളെ വിളിക്കുക. അയാളുടെ കണ്ണനെ പറ്റി അത്ഭുതപ്പെടാത്ത കൃഷിക്കാരില്ല. ഔസേപ്പു ചേട്ടൻ്റെ ജീവനാണ് കണ്ണൻ. ചാര നിറം, നല്ല ഉടലായം, കൂൺമുട്ട് പോലെയുള്ള കൊമ്പ്, നടുംപുറത്ത് മധ്യത്തിൽ നിന്ന് ഉപ്പുണിയോടടുത്ത തെളിഞ്ഞ ചുഴി, വെളിയിലേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകൾ. കണ്ണൻ്റെ നടപ്പിന് തന്നെ ഒരു പ്രത്യേക ചന്തമുണ്ട്. കൂട്ടുന്നിടത്തും മറ്റും ഔസേപ്പു ചേട്ടൻ മനസ്സിൽ കാണുന്നത് കണ്ണൻ മനസ്സിലാക്കി കഴിയും. പലക പിടിക്കുന്നിടത്ത്, കട്ടയടിക്കുന്നിടത്ത് എവിടെ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കാളയ്ക്കുണ്ട്. ഊങ്ങുകയല്ലാതെ അയാൾ അതിനെ അടിക്കാറില്ല. മറ്റു ചില കൃഷിക്കാരെ പോലെ കാളെ പുള്ള എന്നൊന്നും അയാൾക്ക് ഒച്ചപ്പാട് കൂട്ടേണ്ടതില്ല. സ്നേഹിതന്മാരോടെന്ന പോലെയാണ് അയാൾ അവനോട് സംസാരിക്കുക. മറ്റു കാളകൾ എത്രയുണ്ടെങ്കിലും അവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് കണ്ണനായിരിക്കും. ഒരു കണ്ടം പൂട്ടിത്തീരുമ്പോൾ മറ്റേ കണ്ടത്തിലേക്ക് കയറുന്നതിന് കണ്ണനധികം അറിയിപ്പൊന്നും ആവശ്യമില്ല. അതൊക്കെ എപ്പോൾ എങ്ങനെ വേണമെന്ന് അവനറിയാം. അടുത്ത കണ്ടത്തിലേക്ക് കൈയെടുത്ത് കുത്തുമ്പോഴായിരിക്കും ഔസേപ്പു ചേട്ടൻ ഒരു വിട്ടുവീഴ്ച കണ്ണനോട് ആവശ്യപ്പെടുന്നത്. എടാ ഒന്ന് നിൽക്ക്, ഞാൻ ഒന്ന് മുറുക്കട്ടെ. എത്ര നേരമായി ഒന്ന് മുറുക്കിയിട്ട്? അത് കേട്ടു കഴിയുമ്പോൾ കാലടി ഉറപ്പിക്കയായി കണ്ണൻ. പദം കൂടിയ മുറുക്കു കഴിഞ്ഞ് ആ കൃഷിക്കാരൻ മൂളും. കണ്ണൻ വീണ്ടും പണി തുടങ്ങും. ഒരു കണ്ടം വിട്ട് മറുകണ്ടത്തിലേക്ക് കടക്കുമ്പോഴും മറ്റും എത്ര സൂക്ഷിച്ചാണെന്നോ അവൻ കാലെടുത്ത് കുത്തുക. ആ വരമ്പിലെങ്ങും അവൻ കുളമ്പ് കുത്താറില്ല. അവൻ അറിയാം, വായ്ത്തല പോലെ കട്ടി കുറഞ്ഞ ആ വരമ്പ് തകരാൻ മനസ്സറിഞ്ഞ് ഒന്ന് ചവിട്ടിയാൽ മതിയെന്ന്. പറയുന്നത് മനസ്സിലാക്കുന്ന കണ്ണനെ അങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. കൂട്ടുകഴിഞ്ഞ് ചിറയിലേക്കും മറ്റും സ്വതന്ത്രമായി അവനെ വിടാം. അങ്ങനെ വിടുമ്പോൾ ആവശ്യമുള്ള താക്കീത് മാത്രം അയാൾ കൊടുക്കും. എടാ, വല്ലതുമൊക്കെ എത്തിപ്പിടിച്ച് പള്ളയൊന്ന് വീർപ്പിക്ക്. നീ ആ വാഴയെ കണ്ണു വച്ചേക്കരുത് കേട്ടോ. പാടുപെട്ട് വെച്ചു പിടിപ്പിക്കുന്ന വാഴയോ തെങ്ങിൻ്റെയോ ഒന്നും അവൻ കടിക്കാറില്ല. അതിൽ ചാടിക്കടിക്കുന്നതിൽ ഭേദം അത് വെച്ചു പിടിപ്പിക്കുന്നവനെ കൊമ്പുകൊണ്ട് കുത്തിയേക്കുകയാണെന്ന് അവനറിയാം. കൂട്ടുകഴിഞ്ഞാൽ ഉടനെ കണ്ണൻ്റെ ദേഹത്ത് പറ്റുന്ന ചേറും ചെളിയും കഴുകിക്കളയുന്നതിൽ ഔസേപ്പു ചേട്ടന് വളരെ നിർബന്ധമുണ്ട്. വലത്തെ കാലിൽ ഇങ്ങോട്ട് പോക്കടാ. നീ എന്താ ഈ തല ഉൽക്കുന്നത്? പിന്നെ കൊമ്പെങ്ങാനും എൻ്റെ ദേഹത്ത് കൊണ്ടാലുണ്ടല്ലോ. എടാ ഒന്നടങ്ങി നിൽക്കണേ. ഔസേപ്പു ചേട്ടൻ്റെ അഭിമുഖ സംഭാഷണത്തിൽ ഓരോ വാക്കും അവന് മനസ്സിലാകും. എന്നാൽ കണ്ണൻ്റെ ഒറ്റയ്ക്ക് അതൊക്കെ മറുഭാഷയാണ്. കുളിപ്പിക്കുന്നതിൽ തന്നെ അവന് പ്രതിഷേധമുണ്ട്. എങ്കിലും ആ കൃഷിക്കാരൻ്റെ സ്നേഹത്തിനു മുമ്പിൽ അവനും തലകുനിക്കും. സ്നേഹിക്കാൻ പാടവുമുള്ള ഹൃദയം ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ചില കൃഷിക്കാർ പറയാറുണ്ട്, ഏതു ബാതാണിക്കളയുമാകട്ടെ ഔസേപ്പിൻ്റെ കൈ കൊണ്ട് ഒരു നേരം വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ വിധം മാറുമെന്ന്. അവൻ കാളയുമായി ഒരു തരം കിന്നാരം പറയുമെന്ന്. ദിവസത്തിൽ അധിക സമയവും ആ കൃഷിക്കാരൻ കാളയുടെ ആഹാര സാധനങ്ങൾക്കായിരിക്കും അലയുക. കന്നുകാലിയെ രക്ഷിക്കുന്ന കാര്യം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഔസേപ്പു ചേട്ടന് വെറുപ്പിളകും. അയാൾ ചോദിക്കാറുണ്ട്, കന്നുകാലിയെ രക്ഷിക്കണം എന്ന് എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. ഒരു കരയിൽ ഒരു വയലെങ്കിലും സർക്കാരിൽ നിന്ന് തരുന്നുണ്ടോ? പിന്നെ എങ്ങനെ താടിമീശ കൊടുത്താണോ കന്നുകാലിയെ രക്ഷിക്കേണ്ടത്? കാളയുടെ വയറ് നിറയുമ്പോൾ മാത്രമേ അയാളുടെ വിശപ്പ് കെടൂ. കന്നുകാലി കൂട്ടിൽ പട്ടിണി നിന്നാൽ ആ വീടിൻ്റെ ഐശ്വര്യം കെട്ടുപോകുമെന്നാണ് അയാളുടെ വിശ്വാസം. ഒരു വേള കുറേ കപ്പത്തണ്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അത് ചെറുതായി ചതച്ചു മുറുക്കിയേ അയാൾ കൊടുക്കും. അഥവാ 2 കൈതപ്പോളയാണെന്ന് വരട്ടെ, അവയിലെ മുള്ള് ചീകിക്കളഞ്ഞ് ഭംഗിയായി നുറുക്കി മാത്രമേ ഔസേപ്പു ചേട്ടൻ അത് കാളയുടെ അടുക്കൽ കൊണ്ടു ചെല്ലൂ. വെളിയിൽ വല്ലയിടത്തും പോയി തിരിച്ചു വന്ന് മുറ്റത്ത് കയറുമ്പോൾ തന്നെ അയാൾ വിളിക്കും, എടാ കണ്ണാ,
സ്വരം കേൾക്കേണ്ട താമസമേയുള്ളൂ. സ്നേഹശീലനായ ആ കാള അമറി തുടങ്ങാൻ അയാൾ അടുക്കൽ ചെല്ലുന്നതുവരെ തല ഉയർത്തിപ്പിടിച്ച് അവൻ നോക്കി നിൽക്കും. ഒന്നുകിൽ ഒരു പിടി പച്ചപ്പുല്ല് അഥവാ 2 പഴത്തൊലി, എന്തെങ്കിലും ഒരു സമ്മാനവുമായിട്ടായിരിക്കും അയാൾ ചെല്ലുക. ആ കയ്യിൽ നിന്നു തന്നെ അവനത് കഴിക്കും. സ്നേഹത്തോടു കൂടി ആ ശരീരം തടവി തുടങ്ങുന്ന ഔസേപ്പു ചേട്ടന് ചിലപ്പോൾ ആ കാളയും നക്കി തുടങ്ങും. അയാളുടെ ശരീരത്തിൽ ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പിൻ്റെ ഉപ്പ് വളരെ പ്രിയമാണ് അവന്. ഏതൊച്ചപ്പാടിനിടയിൽ നിന്നും കണ്ണൻ ഔസേപ്പു ചേട്ടൻ്റെ ശബ്ദം തിരിച്ചറിയും. അത് കേൾക്കുമ്പോൾ ഇടിയൊച്ച കേൾക്കുന്ന മയിലിനെ പോലെ അവൻ ആഹ്ലാദിക്കും. കൂട്ടുന്നിടത്ത് ഔസേപ്പു ചേട്ടൻ തന്നെ പുറകിൽ നിൽക്കണമെന്ന് അവന് നിർബന്ധമുണ്ട്. അല്ല, മറ്റു വല്ലവരുമായാൽ ചില കുസൃതികളൊക്കെ അവൻ കാണിച്ചു തുടങ്ങും. അത് നിർത്തണമെങ്കിൽ അയാൾ വിലക്കണം. അരുതേടാ, നമ്മുടെ കുട്ടപ്പനല്ലേ, നീ അറിയല്ലേ. അയാൾ സന്ധി സംഭാഷണം നടത്തും. കൂട്ടുന്നിടത്ത് വാക്കോ വാക്യമോ ഇല്ലാത്ത ഒരു രാഗാലാപമുണ്ട്. ഔസേപ്പു ചേട്ടൻ അത് ഭംഗിയായി അന്തരീക്ഷത്തിൽ ഉയർത്തും. ഹോ 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 എന്ന് 1-2 മിനിറ്റ് അത് തെളിഞ്ഞു നിൽക്കും. പ്രേമഗാനങ്ങളിലോ സമൂഹഗാനങ്ങളിലോ ഒക്കെ കേൾക്കാറുള്ള ഹമ്മിങ്ങിൻ്റെ ഒരു പ്രാകൃത രൂപം. കന്നുകാലി പ്രണവം എന്നു പറയുന്നതായിരിക്കും കുറെ കൂടി ശരി. ഔസേപ്പു ചേട്ടൻ്റെ ഹമ്മിങ് ഉയരുമ്പോൾ ക്ലേശവും നൊമ്പരവും വിയർപ്പും മറന്ന് കണ്ണൻ അതിൽ ലയിക്കും. കഴുത്തിലെ മണിയൊച്ചയും ഇടതടവില്ലാതെ ചെളിയിലേക്ക് താഴുന്ന കുളമ്പുകളും അതിൻ്റെ താളവട്ടം സൂക്ഷിക്കും. ഒരിക്കൽ ഒരു തമാശയുണ്ടായി. തുണ്ടത്തിൽ കേളൻ്റെ മകൻ പാച്ചനാണെന്ന് കലപ്പ പിടിച്ചിരുന്നത്. ഒരു മുടന്തൻ പനി നിമിത്തം അന്ന് ഔസേപ്പു ചേട്ടൻ കിടപ്പിലായിരുന്നു. ഔസേപ്പു ചേട്ടൻ്റെ ഒരേരു കാളയുടെ കുറവുണ്ടായാൽ അന്ന് കേളൻ്റെ കണ്ട തീരുകയില്ല. അതുകൊണ്ട് എന്തുമാകട്ടെ എന്ന് വിചാരിച്ച് അയാൾ കണ്ണനെയും കൂട്ടുകാരനെയും വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. മറ്റു കാളകളോടൊപ്പം കൂട്ടുകാരനോട് കൂടി കണ്ണനും കണ്ടത്തിലിറങ്ങി. ഒരു കണ്ടം, ഒരു ചാല് കൂട്ടിക്കഴിഞ്ഞു. അടുത്തത് തുടങ്ങിയപ്പോൾ പാച്ചൻ ഒരു ഹമ്മിങ്ങിൻ്റെ ആവശ്യം തോന്നി. കണ്ണൻ്റെ പുറകിൽ നിന്ന് പാച്ചൻ ഒരു രാഗാലാപം. സംഗീതമെന്ന് പറയുന്നത് അവൻ്റെ അയൽപക്കത്തു കൂടി പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവന് പാടണമെന്ന് തോന്നി, അത്രമാത്രം. ആ ദരിദ്ര സംഗീതം ഉയർന്നപ്പോൾ കണ്ണന് എന്തെന്നില്ലാത്ത വെറുപ്പിളകി. കൂടെ തല വെട്ടിച്ച് അവൻ പ്രതിഷേധം അറിയിച്ചു. പാച്ചൻ കൂട്ടാക്കുന്നില്ല. അവൻ്റെ വിചാരം അത് കേമമാകുന്നുണ്ടെന്നായിരുന്നു. പാട്ടിനെ സംബന്ധിച്ചുള്ള ഒരു വാസ്തവം, പാടുന്നവർ ആർക്കും തന്നെ തങ്ങളുടെ പാട്ട് മോശമെന്ന് ഉത്തമ വിശ്വാസം ഇല്ലെന്നുള്ളതാണല്ലോ. കുറേ നേരം കണ്ണൻ തൻ്റെ പ്രതിഷേധം വ്യക്തമാക്കി. ഒരു തരത്തിലും പാച്ചൻ കൂട്ടാക്കുന്നില്ല. പാച്ചൻ്റെ കൂട്ടുകാർക്കാണെങ്കിൽ ലോകത്തിലെ എല്ലാ രാഗവും ഒന്നാണ്. കണ്ണന് അവരിൽ നിന്നും നീതി കിട്ടിയില്ല. തൊണ്ട തുറന്നു വെച്ച് സംഗീതത്തെ അപമാനിച്ച പാച്ചൻ്റെ വലത്തുകാലിൻ്റെ പുല്ലൂരി നോക്കി കണ്ണൻ ഒരു തൊഴി വെച്ചു കൊടുത്തു. ആ സംഗീതക്കാരന് വീട്ടിൽ കുത്തിയിരുന്ന് 3 ദിവസം അനത്തി തിരുമേണ്ടി വന്നു. ഏതാണ്ട് 12 കൊല്ലത്തോളം ഇടതടവില്ലാതെ കണ്ണൻ ഔസേപ്പു ചേട്ടനെ സഹായിക്കുന്നു. ഇതിനിടയ്ക്ക് കന്നിക്കൊയ്ത്തും മീനക്കൊയ്ത്തും പലകുറി കടന്നുപോയി. ഹേമന്തവും ശിശിരവും അനേകവട്ടം വൃക്ഷലതാദികളെ തടവി. നാട്ടുരാജാക്കന്മാർ മനുഷ്യൻ്റെ മേൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന ചെങ്കോലുകളും കിരീടങ്ങളും താഴെ വീണു. അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ പലതും സംഭവിച്ചു. മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത പുതിയ വ്യവസ്ഥിതി എന്നും മറ്റുമുള്ള ഈടേറിയ വാക്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഔസേപ്പു ചേട്ടൻ അയാളുടെ പ്രിയപ്പെട്ട കാളകളെ വിൽക്കാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. അന്നം വിളയുന്ന ഭാഗ്യകേദാരമായ കണ്ടം തന്നെ പണയം എഴുതിക്കഴിഞ്ഞു. മനസ്സുണ്ടായിട്ടല്ല, മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്തേ പറ്റൂ. അയാൾ ഒരു പിതാവാണ്. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പുത്രിയുടെ സ്നേഹശീലനായ അച്ഛനാണ്. സ്ത്രീധനം ചോദിക്കുന്ന നീതികേട് അതിനയാളെ നിർബന്ധിച്ചു. 1500 രൂപയ്ക്കാണ് കണ്ടം എഴുതിയത്. അത് സ്ത്രീധനത്തിനായി കല്യാണ ചെലവിന് വേറെ വേണം. അതിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും കാളകളെ വിൽക്കാതെ തരമില്ല. രാപ്പകലില്ലാതെ 10-20 കൊല്ലമായി അയാൾ അധ്വാനിക്കുന്നു. നല്ല ഒരു കൃഷിക്കാരനാണ് അയാൾ. പക്ഷേ ഫലമെന്ത്? അയാളുടെ തലമുടി നരച്ചു, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു, തൊലി ചുളിഞ്ഞു. വാദം മാറാത്ത കൂട്ടുകാരനുമായി പിശാത്തി കൊണ്ട് കുത്തിയാൽ പോലും കയറാത്ത തഴമ്പുണ്ട കൈകളിൽ. പക്ഷേ എന്തു ചെയ്യാം? ഏതാണ്ട് 10,000 കാലങ്ങൾക്ക് മുമ്പുള്ള ആ പഴയ കൃഷിയായുധങ്ങളുമായിട്ടാണ് അയാളും നിലകൊള്ളുന്നത്. മണ്ണിൻ്റെ വീര്യം കിട്ടും, വളമാണെങ്കിൽ ഇല്ല. ഋഗ്വേദ ഗാനങ്ങളുമായിട്ടാണ് ഔസേപ്പു ചേട്ടൻ്റെ നില. ലോകോത്തര യജ്ഞമായ കൃഷിക്ക് സഹായിക്കാൻ വരുണ ഭഗവാനോടും മേഘത്തോടും പർവ്വതത്തോടും കാറ്റിനോടുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥനായുഗത്തിൻ്റെ നിസ്സഹായതയിൽ നിന്ന് ഇന്നും അയാൾ ഉയർന്നിട്ടില്ല.
എന്നാൽ അയാളെ അപമാനിക്കുന്ന വിപണികളും ചൂഷണമാർഗങ്ങളും വളർന്നിട്ടുണ്ട്. കണ്ണനെ കയർ മാറുന്ന നേരത്ത് ഔസേപ്പു ചേട്ടൻ അവിടെ നിന്നില്ല. കയർ മാറുമ്പോൾ 1 രൂപ കയറ്റുകാണം കിട്ടുന്നതാണ്. എത്ര രൂപ കൊടുത്താലും കിട്ടാത്ത കണ്ണുനീർ തുള്ളികളോടുകൂടി അയാൾ മാറിക്കളഞ്ഞു. ആ മുറ്റത്തു നിന്നിറങ്ങാൻ കണ്ണന് മനസ്സിലായിരുന്നു. അവൻ തൻ്റെ ജീവനായ ആ രക്ഷിതാവിനെ കാണാൻ തല പൊക്കി അവിടെയൊക്കെ നോക്കി. കാര്യം ഏതാണ്ട് കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അവൻ 1-2 അമറി. ആ സമയം തെക്കേ പ്ലാവിൻ്റെ ചുവട്ടിൽ കണ്ണു തുടച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാനില്ലാത്ത ഒരു മനുഷ്യൻ. വാചാലതയും പ്രകടനങ്ങളും സ്നേഹത്തിൻ്റെ ആത്മാവിലുള്ളതല്ല. ദുഃഖിക്കാൻ കഴിവുള്ള മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് സ്നേഹമെങ്കിൽ കണ്ണനെ പോലെയും ഔസേപ്പു ചേട്ടനെ പോലെയും അടുത്തവർ ലോകത്തിലില്ല. ബുദ്ധിമുട്ടിൻ്റെ കാര്യം അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ആ ഹൃദയങ്ങൾ അകലാൻ വേദനിക്കുന്നു. സ്വന്തം നാട്ടിൽ അവമാനിതരും നിസ്സഹായരുമായി തീരുമ്പോൾ കൃഷിക്കാരിൽ ചിലർ വയനാടൻ കാടുകളിലേക്ക് പുറപ്പെടുന്നു. അറിയുകയും കേൾക്കുകയും ഇല്ലാത്ത നാട്, കൂടപ്പിറപ്പുകൾക്കോ വേണ്ടപ്പെട്ടവർക്കോ എത്തിപ്പെടാൻ വയ്യാത്ത ദൂരം, മലമ്പനിയുടെ കൊള്ള നടക്കുന്ന സ്ഥലവും. എങ്ങനെ ഔസേപ്പു മാപ്പിളെ അറിഞ്ഞുകൊണ്ട് എങ്ങനെ സമ്മതിക്കും? അയൽക്കാരൻ കിട്ടുശാര് മലബാർ പ്രശ്നത്തെപ്പറ്റി സംസാരിച്ച ഔസേപ്പു ചേട്ടനോട് ചോദിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്യും കിട്ടുശാരെ? എനിക്ക് വീര്യമുള്ള കുറച്ച് പച്ച മണ്ണുതാ. മണ്ണിൻ്റെ മണം കിട്ടാനില്ലേൽ എൻ്റെ മനസ്സ് പുരിയും, ആ കൃഷിക്കാരൻ അറിയിച്ചു. വേദന നിറഞ്ഞ ആ കൃഷിക്കാരൻ്റെ ജീവിതം ലക്ഷ്യമില്ലാത്ത കാറ്റ് പോലെ നീങ്ങുകയാണ്. ഇന്ന് നാളെ എന്നു പറഞ്ഞ് ആ മലബാർ യാത്ര നീളുന്നു. മാത്രമല്ല താമസിക്കുന്ന ആ 7 സെൻറ്റ് തക്ക വിലയ്ക്ക് ഒന്ന് വിൽക്കുകയും വേണം. മറ്റൊരു പ്രശ്നവുമുണ്ട്. ഔസേപ്പു ചേട്ടൻ്റെ മകൾ കത്രിക്കുട്ടി ഗർഭിണിയാണ്. കടിഞ്ഞൂലല്ലേ? ആ കൊച്ചു മുഖവും കൂടി ഒന്ന് കണ്ടിട്ടാകട്ടെ എന്ന് ഒരു രഹസ്യവുമുണ്ട്. അന്ന് നോമ്പുവീടലാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിലും അത് ആഹ്ലാദപൂർണമാണ്. അടുക്കളയിൽ നിന്ന് ഇറച്ചിക്കറിയുടെ ഉന്മേഷകാരിയായ ഗന്ധം പരക്കുന്ന ദിവസമാണ്. ചീനച്ചട്ടിയിൽ നിന്നു കിശുകിശാ ശബ്ദത്തോടുകൂടി വെള്ളയപ്പം മതം നിറഞ്ഞ മണം പരത്തുന്ന ദിവസം. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കലർന്ന ചൂടുള്ള ഇറച്ചിക്കറിയും വെള്ളയപ്പവും 2 പാത്രം സ്വയംഭനുമുണ്ടെങ്കിൽ അതൊരു കുശാലാണ്. നല്ലൊരു ദിവസത്തിൽ അതില്ലാത്ത വീട് ചുരുങ്ങും. പക്ഷേ ഔസേപ്പു ചേട്ടൻ നെടുവീർപ്പോടു കൂടിയിരിക്കെയാണ്. അടുത്തെവിടെയോ കൂട്ടുന്നു. അവിടെ നിന്നും ഭംഗിയേറിയ കന്നുകാലി പ്രണവും ഉയരുന്നുണ്ട്. ആ കൃഷിക്കാരൻ്റെ മനസ്സിനെ അത് പൊള്ളിക്കുന്നു. കന്നുകാലിക്കൂടിനു മുകളിൽ ചുക്കിലി വല പിടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കലപ്പ കണ്ട് അയാളുടെ ഉള്ളിൽ നിന്ന് നെടുവീർപ്പുകൾ ഉയരുന്നു. കണ്ണനെ പോലെ 2 കാളയും 4-5 ഏക്കർ നിലവും ഈ കലപ്പയും എൻ്റെ ദുഃഖം നിറഞ്ഞ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നു. ഇത്തരം ഒരു ഭാഗ്യത്തിന് കാലമുണ്ടാകുമോ? ആ നിസ്സഹായൻ ചിന്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഭർത്താവിനോടൊപ്പം അറിയിച്ചെടുത്തിയും വിഷമിക്കുന്നുണ്ടായിരുന്നു. പ്രസവാനന്തര മര്യാദകളോടുകൂടി മകളെയും കുട്ടിയെയും പിറ്റേ ദിവസം ഭർതൃഗൃഹത്തിലേക്ക് പറഞ്ഞയക്കണം. കുട്ടി ആണാണ്, അത് ഭാഗ്യമായി. അതുകൊണ്ട് പൊന്നും പൊടിയുടെ കാര്യത്തിൽ സമാധാനമുണ്ട്. എങ്കിലും ഒരു വെള്ളിയരഞ്ഞാണമെങ്കിലും കുഞ്ഞിൻ്റെ അരയിലിടണം. ഒരു കുട്ടി ഉടുപ്പ് വേണം. പണച്ചുരുക്കം നിമിത്തം കത്രിക്കുട്ടിക്ക് വേണ്ട പോലെ മുണ്ടോ ചട്ടയോ ഒന്നും കൊടുത്തിട്ടില്ല. അക്കാര്യം ചൊല്ലി അവളുടെ അമ്മായിയമ്മയും നാത്തൂന്മാരും അവളെ ആക്ഷേപിക്കാറുണ്ട്. എങ്ങനെ ആയാലും 3 മുറി മുണ്ടും 3 ചട്ടയും അവൾക്ക് കൊടുത്തേ പറ്റൂ. കാൽപ്പെട്ടി, പലഹാരം, കറവ പശു, ഇത്തരം മര്യാദകളൊക്കെ കണ്ടില്ലെന്ന് വെക്കാം. അത്യാവശ്യം വേണ്ടത് ഇരിക്കാനൊക്കുമോ? ഇതൊക്കെ എങ്ങനെയെന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ആ മാതൃഹൃദയത്തിനു നേരെ ഒരു ഭാഗ്യം ഓടിച്ചെന്നു. ഒരു ചിട്ടിയുണ്ടായിരുന്നു. വിശക്കുന്നിടത്ത് മുണ്ട് വരിഞ്ഞു മുറുക്കി ഉടുത്തും പിടിയരി സൂക്ഷിച്ചും അവർ അത് നടത്തിപ്പോന്നു. ആ മാസത്തെ കുറി അവർക്ക് കിട്ടി. 40 രൂപയുണ്ട്. ഔസേപ്പു ചേട്ടൻ അത് അറിഞ്ഞുകൂടാ. വിഷാദഭാരത്തോടുകൂടി ഇരുന്ന ഭർത്താവിനെ നോക്കി മറിയച്ചെടത്തി അറിയിച്ചു. നിങ്ങൾ മനുഷ്യനെ മുനിയെ പോലെ ഇങ്ങനെ ഇരുന്നാലോ? പെണ്ണിനെ നാളെ പറഞ്ഞയക്കണ്ടേ? ഞാനൊരു ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു. ദൈവസഹായം കൊണ്ട് ഈ മാസത്തേക്ക് കിട്ടിയിരിക്കുക. 40 രൂപ ഉണ്ട്. നിങ്ങൾ കോട്ടയത്തിനൊന്ന് പോ. അത്യാവശ്യമുള്ളതൊക്കെ മേടിക്കാൻ. ഔസേപ്പു ചേട്ടന് ആശ്വാസമായി. മിടുക്കി. ഹൃദയം തുറന്ന് അയാൾ ഭാര്യയെ അഭിനന്ദിച്ചു. താനാണ് അതുണ്ടാക്കേണ്ടിയിരുന്നത്. തന്നെ കൊണ്ട് പറ്റിയില്ല. വിഷമം പിടിച്ച ആ പ്രശ്നത്തിന് ഭാര്യ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു. സന്തോഷത്തോടു കൂടി മുറുക്കാൻ പാത്രം അടുപ്പിച്ചു വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ശരി പോയേക്കാം. അപ്പോൾ ചട്ടത്തുണിക്ക് കുറച്ച് കട്ടിയിരുന്നോട്ടെ. കത്രിക്കുട്ടി പിതാവിന് മുന്നറിയിപ്പ് കൊടുത്തു.
കരം കെട്ടിയില്ല. അതോടങ്ങ് കൊടുത്തേരെ, മറിയച്ചെടുത്തി അറിയിച്ചു. എല്ലാത്തിനും കൂടി ഇതല്ലേ തുക? അയാൾ പരാതി പറഞ്ഞു. ആ, എന്ത് കാണിച്ചാലും കൊള്ളാം, 2 ചട്ട എനിക്കും വേണം, മറിയച്ചെടുത്തി കൂട്ടിച്ചേർത്തു. പെണ്ണിന് മുണ്ടും ചട്ടേ, നനക്ക് ചട്ട 2, കരവും കെട്ടണം, ആകെ കൂടി 40 രൂപയും. ഒരു കാര്യം ചെയ്യ്, കോട്ടയത്തിന് നീ തന്നെ പൊക്കോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഔസേപ്പ് ചേട്ടൻ അറിയിച്ചു. വല്ലതും കാലമാക്കാനും വീട് നോക്കാനുമാ പെണ്ണുങ്ങൾ, ആക്കി അടുപ്പിക്കുന്നത് ആണുങ്ങളാ. അതിനുവേണ്ടിയാ ചെറുപ്പത്തിലെ ഒരു മീശക്കാരൻ്റെ കയ്യിൽ പിടിച്ചു തന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, അടുക്കളയിലോട്ട് കയറി തീ ഊതുകയും പാത്രം തേച്ചു മെഴുക്കുകയും ഒക്കെ ചെയ്യ്, മീശയും വെച്ചോണ്ട്. അമ്മയുടെ വർത്തമാനം കേട്ട് കത്രിക്കുട്ടി വായ് പൊത്തി ചിരി ഒതുക്കി. ഔസേപ്പു ചേട്ടൻ കക്ഷത്തിൽ കുടയും തോളിൽ തോർത്തും മടിയിൽ പൊതിയുമായി പുറപ്പെട്ടു. നോമ്പുവീടലിൻ്റെ കോലാഹലം കോട്ടയത്തും കുറവില്ലായിരുന്നു. ക്രിസ്ത്യാനികളുടെ കടകളൊന്നും തുറന്നിട്ടില്ല. എങ്കിലും ജൗളിക്കടകൾ പലതുണ്ട്. 1-2 കടകളിൽ കയറി തുണിത്തരങ്ങളുടെ ഇനവും വിലയും അയാൾ അന്വേഷിച്ചു. അയ്യോ, തീ പിടിക്കുന്ന വില! തുണിത്തരങ്ങൾക്കൊന്നും ഇത്രത്തോളം വില ആവശ്യമില്ലെന്നായിരുന്നു ആ വൃദ്ധൻ്റെ അഭിപ്രായം. ഏതായാലും 2-3 കടകളിൽ കൂടെ തിരക്കിയിട്ടാകട്ടെ, എവിടെ ഒരണ കുറച്ച് കിട്ടുന്നതെന്നറിയാമോ? അയാൾ അങ്ങനെ നടക്കുകയാണ്. ആ യാത്രയിൽ അയാൾ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൻ്റെ വാതിൽക്കലെത്തി. അവിടെ ഭിത്തിക്ക് വെളിയിലായി കുറേ കാളകളെ ഓരോ നിരയായി കെട്ടിയിരിക്കുന്നു. നെടിയ എല്ലിൻ്റെ ഓരോ വട്ടും പ്രത്യേകം എല്ലും തൊലിയും ശേഷിച്ചിരിക്കുന്ന കോലങ്ങൾ. അങ്ങേയറ്റം പ്രായമെത്തിയത്, വാലിനും മറ്റും 3-4 ഒടിവുള്ളത്. വണ്ടിയുമായുള്ള ദീർഘകാല പരിചയത്താൽ പുറംകഴുത്തിൽ ഇരുണ്ട് കട്ടിയേറിയ തഴമ്പോട് കൂടിയത്, മൂത്തുമുരടിച്ച കൊമ്പുകളോട് കൂടിയത്, മനുഷ്യൻ്റെ ജീവകാരുണ്യ ദാരിദ്ര്യം വിളിച്ചറിയിക്കുന്നത്. ഇങ്ങനെ പലതും ആ കാളകളിൽ നിന്ന് കാണാമായിരുന്നു. എല്ലാത്തിൻ്റെയും ശരീരത്തിൽ മുനിസിപ്പാലിറ്റി അതിൻ്റെ കറുത്ത മരണമുദ്ര കുത്തിയിരിക്കുന്നു. നോമ്പുവീടൽ പ്രമാണിച്ച് മനുഷ്യൻ തിന്നാൻ പോകുന്ന ഇറച്ചിയുടെ ആകത്തുകയാണ് അവയിൽ ശേഷിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിലെ അധികൃതർ മുദ്രകുത്തി അനുവദിക്കാത്ത ഉരുക്കളെ കൊല്ലുന്ന പക്ഷം ആ കശാപ്പുകാരൻ്റെ മേൽ കേസെടുക്കും. മറ്റെന്തിനേക്കാളും മീതെ പൊതുജനങ്ങളുടെ ആരോഗ്യം ആഗ്രഹിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് ആ പരിശോധനയിൽ വിട്ടുവീഴ്ചയില്ല. പരിശോധിച്ച് മുദ്രകുത്തുക എന്ന ഏർപ്പാടില്ലെങ്കിൽ കശാപ്പുകാർ കണ്ട കെട്ടതിനെയൊക്കെ കൊന്ന് മനുഷ്യരെ തുലയ്ക്കും. അക്കാര്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഉന്നതമായ സേവനമാണ് ആ മുദ്രകളിൽ കൂടി ഔസേപ്പു ചേട്ടൻ കാണുക. ആ കാളകളിൽ പലതിനും വാസ്തവത്തിൽ ആശ്വസിക്കാനാണ് വക. കാരണം അന്നെങ്കിലും ജീവിതത്തിന് ഒരു നീക്കുപോക്കുണ്ടാകുന്നു. ആകാവുന്ന കാലത്ത് അറുതിയില്ലാത്ത പാടുപെട്ടു. അവശരായപ്പോൾ നിന്ദയ്ക്കും ക്രൂരതയ്ക്കും വിധിക്കപ്പെടുന്നു. നിന്ദയും ക്രൂരതയും നിറഞ്ഞ ജീവിതത്തേക്കാൾ എത്ര ഭേദമാണ് മരണം. ആ കാഴ്ച കണ്ട ഔസേപ്പു ചേട്ടൻ കുറേ നേരം അവിടെ നിന്നുപോയി. അയാളുടെ ഹൃദയത്തിൽ ഒതുങ്ങി നിന്ന ജീവകാരുണ്യം വേദനിച്ചു. ആകെ 10-40 ഉരുക്കളുണ്ട്. ചിലർ ആ മുദ്രയ്ക്ക് വേണ്ടി പിന്നെയും ഉരുക്കളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിതന്മാരെ എന്ന വിധം ഓരോന്നിനെയും നോക്കി ഔസേപ്പു ചേട്ടൻ വടക്കോട്ടു നീങ്ങി. അത്ഭുതം! അയാൾ ആകെ ഒന്ന് നടുങ്ങി. കാഴ്ച കുറഞ്ഞു തുടങ്ങിയ ആ കണ്ണുകൾ ചതിക്കുകയാണോ എന്നറിയാൻ അയാൾ എല്ലും തൊലിയും തമ്മിൽ മത്സരിക്കുന്ന ആ ഉരുവിൻ്റെ മേൽ സൂക്ഷിച്ചു നോക്കുകയാണ്. വൃദ്ധൻ്റെ ഹൃദയത്തിന് തീ പിടിച്ചു. കണ്ണിൽ ഇരുട്ടുകയറി. ശരീരം വിറച്ചു. അതെ, അത് കണ്ണൻ തന്നെ. കണ്ണാ! സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ വിളി ഉയർന്നു. ഒറ്റ കുതിയാൽ എന്ന വണ്ണം അയാൾ ആ മൃഗത്തിൻ്റെ അടുക്കലെത്തി. അതൊരു ശബ്ദമാണോ ആ മൃഗത്തിൻ്റെ കാതുകൾക്ക് കുളിർമയും ആവേശവും നൽകാറുള്ളത്? ആ ശബ്ദത്തിൻ്റെ ആഗമനം ആ മൃഗത്തിന് കോരിത്തരിപ്പുണ്ടാക്കി. ഗംഭീരമായ ആ കെട്ടിടത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞ തലയോടുകൂടി അത് നിൽക്കുകയായിരുന്നു. ജീവിതം വീണ്ടും അതിൻ്റെ ചെവിയിൽ മാറ്റൊലിക്കൊണ്ടു. തല ഉയർത്തി അത് 4 പാടും നോക്കി. മകനേ, നീ എന്നെ അറിയുമോടാ? ഈ നിലയിലാണല്ലോടാ നിന്നെ കാണേണ്ടി വന്നത്. ആ മൃഗത്തിൻ്റെ തല സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മുഴങ്ങുന്ന മാറിനോട് അടുപ്പിച്ചുകൊണ്ട് അയാൾ പുരിക തടവും നെറ്റിയും തടവി. ആ കൈത്തലോടലേറ്റപ്പോൾ അതിൻ്റെ വാലു താനെ പൊങ്ങി. ശബ്ദമുയരാതെ ഹൃദയം കൊണ്ട് അത് അമറി. കണ്ണൻ്റെ ദേഹത്ത് മുദ്ര കുത്തിയിട്ടുണ്ടോ എന്ന് അയാൾ നോക്കി. അത് കൈത്തളത്തിൽ തെളിഞ്ഞു കിടക്കുന്നു. മായുമെങ്കിൽ അത് മായുന്നതിന് വേണ്ടി ആ സ്നേഹാന്തൻ അത് തൂത്തു. മുനിസിപ്പാലിറ്റിയുടെ ആ കറുത്ത പാട് അങ്ങനെ മായുന്നതല്ല. കണ്ണൻ്റെ വയറ്റടിയിൽ ഒരു വ്രണമുണ്ട്. ഈച്ച അതിൽ പറന്നെടുത്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ കയ്യിൽ നിന്ന കാളയാണോ ഇത്? കശാപ്പു കടക്കാരിൽ ഒരാൾ ഔസേപ്പു ചേട്ടനോട് ചോദിച്ചു. താനാണോ ഇതിനെ കൊണ്ടുവന്നത്? അയാൾ അങ്ങോട്ട് ചോദിച്ചു. അതെ, കടക്കാരൻ ഉത്തരം പറഞ്ഞു. വിയർപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സ്നേഹശീലൻ്റെ മാറ് കണ്ണൻ നക്കി തുടങ്ങി. ആ വിയർപ്പ് വീശി തണുപ്പിക്കാൻ അവൻ്റെ ജീവിതത്തിൽ അധികവും സമ്മാനിച്ചു.
അന്ത്യയാമത്തിലും ആ വിയർപ്പ് അവൻ നക്കി തുടച്ചു തുടങ്ങി. അവൻ്റെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വിയർപ്പാണത്. വൃദ്ധനായ ആ കൃഷിക്കാരൻ്റെ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ കണ്ണൻ്റെ മുഖത്തേക്ക് അടർന്നു വീണു. വീട് പോകാൻ വൈകി. ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കേണ്ട ഇറച്ചിയായത്. കടക്കാരൻ ആ അഭിമുഖ സംഭാഷണക്കാർക്ക് താക്കീത് കൊടുത്തു. 2-3 കാളയുമായി യാത്ര തിരിച്ച കച്ചവടക്കാരൻ കണ്ണനെ കൂടെ കൂട്ടത്തിലേക്ക് വിടാൻ അറിയിപ്പ് നൽകി. അതെ, 1-2 മണിക്കൂറിനകം കണ്ണൻ നോമ്പുവിടലുകാർക്ക് ഇറച്ചിയാകണം. നേരം എരിഞ്ഞടങ്ങി തുടങ്ങി. എടി പെണ്ണേ, വിളക്ക് വെക്കുന്നതിന് മുമ്പ് നീ ഈ തിണ്ണയൊന്ന് തൂത്തിറക്ക്. ഔസേപ്പു ചേട്ടന് വേണ്ടി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന മറിയച്ചേട്ടത്തി മകളോട് പറഞ്ഞു. അപ്പൻ എന്താമേ താമസിക്കുന്നത്? കത്രി അന്വേഷിച്ചു. ഒരു വഴിക്ക് പോയതല്ലേ, വരട്ടെ, മറിയച്ചേട്ടത്തി സമാധാനം പറഞ്ഞു. കോട്ടയത്തിന് പോയാൽ ഈ നേരത്തിന് മുമ്പ് ഇങ്ങ് വരുന്നതാണല്ലോ. മുണ്ടും ചട്ടത്തുണിയും കാണാൻ കൊതിയോടുകൂടി കാത്തിരിക്കുന്ന കത്രി ക്ഷമകേട് അറിയിച്ചു. വഴിയിലേക്കു തന്നെയാണ് അവളുടെ ദൃഷ്ടികൾ പറന്നു പറ്റുന്നത്. മറിയച്ചേട്ടത്തിയും നോക്കുന്നുണ്ട്. ഔസേപ്പ് ചേട്ടനെ കാണുന്നില്ല. വിളക്ക് വെച്ചു. താഴെ ഒരു വെള്ളായം കണ്ടു. അപ്പൻ വരുന്നുണ്ട്. അതെ അതെ, അപ്പനാ, ആഹ്ലാദപൂർവ്വം കത്രി പറഞ്ഞു. ആദ്യം കണ്ടത് താനാണല്ലോ എന്നതിൽ അവൾ അഭിമാനിച്ചു. ഏകാഗ്രതയോടുകൂടി അമ്മയും മകളും നോക്കി നിന്നു. ഔസേപ്പു ചേട്ടൻ തന്നെയാണോ? അങ്ങേ വീട്ടിലെ മാത്തു ചോദിച്ചു. അവന് തയ്യൽ അറിയാം. ചട്ട 3 രാത്രിയിൽ തന്നെ തയ്ച്ചു തീരണം. കത്രിക്ക് രാവിലെ തന്നെ പോകണം. അതിന് കാര്യങ്ങൾ പ്ലാൻ അനുസരിച്ച് തന്നെ പോയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് തയ്യൽക്കാരൻ മാത്തുവിനെ വിളിച്ചു നിർത്തിയിരിക്കുകയാണ്. തുണികെട്ട് കാണാൻ കൊതിച്ചു നിന്ന കണ്ണുകളുടെ മുമ്പിലേക്ക് ആ കുടുംബനാഥൻ കണ്ണനുമായി കടന്നു ചെന്നു. അയ്യോ, തേ കണ്ണൻ! കത്രി അത്ഭുതത്തോടു കൂടി പറഞ്ഞു. തുണി എവിടെ? മറിയച്ചെടുത്ത് ചോദിച്ചു. തൻ്റെ പഴയ മുറ്റത്ത് കടന്നപ്പോൾ ആഹ്ലാദത്തോടു കൂടി കണ്ണൻ അമറി. 1000 നാക്കുകളും 14,000 ചോദ്യങ്ങളും അവിടെ ഉയർന്നു. മൂകനായി താടിക്ക് കയ്യും കൊടുത്ത് ഔസേപ്പു ചേട്ടൻ ഇരിക്കെയാണ്. മറിയച്ചേടത്തി തട്ടിയിട്ട് തുള്ളുന്നുണ്ട്. സങ്കടം സഹിച്ചുകൂടാഞ്ഞ് കത്രി കരയുന്നു. ഒരക്ഷരം പോലും ആ കുറ്റക്കാരൻ മിണ്ടുന്നില്ല. വിയർപ്പ് കൊണ്ട് ആ ശരീരം നനഞ്ഞു. അപ്പൻ എന്നോട് ഇത് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കണ്ണുനീരോടുകൂടി കത്രി പറഞ്ഞു. മോളെ, ഇടറിയ കണ്ടത്തോടുകൂടി ആ പിതാവ് പറഞ്ഞു. എനിക്ക് നിന്നെ പോലെ. അവനും കശാപ്പുകാരൻ ഓർത്തുകൂട്ടി ആ ദുഃഖിതൻ കണ്ണു തൂത്തു. ആ വാക്യം മുഴുവനാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ആ രാത്രി അത്രമാത്രം ക്രൂരമായിരുന്നു. ഉറങ്ങാതെ തന്നെ അവൻ രാത്രിയുടെ യാമങ്ങൾ തള്ളി നീക്കി. കിഴക്കു വെള്ളക്കാലി വീശി കണ്ണൻ്റെ വയറ്റടിയിലെ വ്രണത്തിനും ഉക്കാരക്കരി ചേർത്ത് ഒരു മരുന്നുണ്ടാക്കിക്കൊണ്ട് ആ കൃഷിക്കാരൻ കൂട്ടിലേക്ക് നടന്നു. ഒന്നാന്തരം ഒരു മരുന്നാണത്. കന്നുകാലിയുടെ രോഗങ്ങൾക്ക് ഔസേപ്പു ചേട്ടൻ്റെ കയ്യിൽ കൈക്കണ്ട ചില ഒറ്റമൂലികളുണ്ട്. അതിലൊന്നാണ് വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തയ്യാറാക്കിയത്. മരുന്നുമായി അയാൾ കൂട്ടിൽ ചെന്നു. കൈയും കാലും ശരിക്കു നിവർത്ത് കഴുത്ത് മേൽപോട്ട് വെച്ച് കണ്ണൻ കിടക്കുകയാണ്. എടാ കണ്ണാ, അയാൾ വിളിച്ചു. അതെ, തന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തിൻ്റെ മുമ്പിൽ ആ സ്നേഹം ലയിച്ചു. അവൻ ഇനി ഉണരുകയില്ല. ഒരു വേള നിർഭാഗ്യവാനായ തന്നെ ചൊല്ലി ആ കുടുംബം വേദനിക്കുന്നത് കാണാതിരിക്കാനായിരിക്കാം അവൻ കടന്നു കളഞ്ഞത്. കണ്ണൻ്റെ മൃതദേഹത്തിനും വേദനിക്കുന്ന ആ കൃഷിക്കാരൻ്റെ ഹൃദയത്തിനും മുകളിൽ ചുക്കിലി പിടിച്ച കലപ്പയിലിരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിലച്ചു.